വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മുടെ ക്രിസ്മസ് പരീക്ഷ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുമോ നിങ്ങളെ. അപ്പം പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇത് തന്നെ ചോദിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. വെറുതെ ഒരു മോഡൽ ക്വസ്റ്റ്യനായിട്ട് ഞാൻ തരുന്നതാവും നിങ്ങളെ. ഒരിക്കലും ഞാൻ ചോദിക്കുന്ന ചോദ്യം തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ആരോ ആണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത് അല്ലേ. അപ്പം നോക്കാം, നമുക്ക് വെറുതെ ഒരു മോഡലൊന്നും നോക്കാം. അറിഞ്ഞു വെക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ. നോക്കാം നിങ്ങളെ. എന്നാ വേണ്ടേ, 2/4 2/4 ഈക്വൽ 4/8 എന്ന് നമുക്ക് തരുവാന്ന് വെച്ച്. അപ്പം നമ്മൾ അടുത്തത് എന്താണെന്ന് കണ്ടുപിടിക്കണം കേട്ടോ. എന്താ നിങ്ങളെ, 2/4 നമുക്ക് എന്താക്കാം, ഇതിൻ്റെ അതേ അർത്ഥം തന്നെയാണ് 4/8 എന്ന് വെച്ചാൽ. ഇതിനൊരു എളുപ്പവഴി എന്താണെന്നറിയാമോ? നമ്മൾ നോക്കിക്കേ, 2/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ 2ൻ്റെ ടേബിൾ അങ്ങ് എഴുതിയാൽ മതി. എളുപ്പമല്ലേ. താഴെ 4ൻ്റെ ടേബിൾ അങ്ങ് എഴുതിയാൽ മതി. നിങ്ങൾ അങ്ങനെ ഒരു ക്ലൂ ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. എന്താ നിങ്ങളെ, 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 2 4 4 2 8 അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അഥവാ സംശയം ഉണ്ടെങ്കിൽ എന്തോ ചെയ്താൽ മതി നിങ്ങളെ. 2 4 6 8 ഇനി ഉണ്ടെങ്കിൽ നമുക്ക് 10 12 ഇങ്ങനെയല്ലേ 2ൻ്റെ ടേബിൾ പോകുന്നത് ഇല്ലയോ. അപ്പോൾ ഇവിടെ എന്താ, 4 8 12 1 4 4 2 4 8 3 4 12 4 4 16 5 4 20 6 4 24 ഇങ്ങനെ അങ്ങ് പോവും. ഇപ്പം പിടികിട്ടിയോ? ഇതെന്തിനായത്? ഫ്രാക്ഷൻ്റെ അല്ല, നമ്മുടെ ചാപ്റ്റർ 5 പാഠത്തിനകത്തു നിന്നും കുറച്ച് ക്വസ്റ്റ്യനാണ് കുഞ്ഞുങ്ങളെ. അതുകൊണ്ടൊന്ന് ഇട്ടെന്നേ ഉള്ളൂ. ഇപ്പം 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് 4ൽ 2 ഭാഗം. അതേ അർത്ഥം തന്നെയാണ് 8ൽ 4 ഭാഗം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ എന്താ, താഴെ തന്നെ നേർ പകുതിയാണ് ഇതിൻ്റെ മേളിൽ തന്നിരിക്കുന്നത് അല്ലേ. എന്ന് ചോദിച്ചാൽ അങ്ങനെ ക്ലൂ ഒന്ന് എല്ലാം അങ്ങ് ക്ലൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി പോകണേ നിങ്ങളെ. ഇപ്പോൾ ഒരു എക്സാമ്പിളൂടെ ഞാൻ പറയാം. ഇപ്പം 3/7 എന്ന് തന്നെന്ന് വെച്ചു. അപ്പോൾ അതേ മെഷറിൽ ഇപ്പോൾ ഇവിടെ ഒരെണ്ണം തന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് എഴുതാം, അതേ അർത്ഥം വരുന്ന ഏതാവും നിങ്ങളെ. 3ൻ്റെ ടേബിളിൽ അടുത്ത് ഏതാ, 3 3 6 ആണല്ലേ. 3ൻ്റെ ടേബിളിൽ അടുത്ത് 6. 7ൻ്റെ ആണെങ്കിലോ 14. കണ്ടോ. അപ്പം പകുതി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഇതിൻ്റെ ഇനി ആ ക്ലൂ അങ്ങ് മറന്നു തരും കേട്ടോ. അതായത് നമ്മളിവിടെ 3ൻ്റെ ടേബിള് 2 3 6, അപ്പോൾ 7 2 14. 3ൻ്റെ ടേബിള് മുകളിലും 7ൻ്റെ ടേബിള് താഴെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പം 5/8 ആണെങ്കിലോ നിങ്ങളെ, അടുത്ത അതേ മെഷർ വരുന്ന അതേ അളവ് വരുന്ന ഏതാ, 5ൻ്റെ ടേബിളിൽ എന്താ 10 ആണ് അടുത്തത് അല്ലേ. 1 5 5 2 5 10. 8ൻ്റെയോ 16. പിടികിട്ടിയോ? ഇങ്ങനെ ഒരേ മെഷർ വരുന്നത് ചോദിച്ചാലേ എഴുതാൻ അറിയണം. ഓക്കെ ആണോ നിങ്ങളെ? ഇനി നോക്കി, 3/12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ മെഷർ വരുന്ന എന്തായിരിക്കും, നമുക്ക് എഴുതാം 6/24 എന്ന് എഴുതാം അല്ലേ. എഴുതാമല്ലോ, 6/24 എന്ന് പറയാം. ഇനി അതേ അളവാണ് എന്താ, ഇത് രണ്ട് ഏതിൻ്റെ ടേബിളിൽ വരുന്നുണ്ട്, 3ഉം 12 3ൻ്റെ ടേബിളിൽ വരുന്നുണ്ട് അല്ലേ. 1 3 3 4 3 12. അപ്പോൾ 1/4 എന്നും അതിൻ്റെ അർത്ഥമുണ്ട്. പിടികിട്ടുന്നുണ്ടോ? ഇപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ ചോദിക്കുന്നെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ടേബിൾ അടിസ്ഥാനത്തിൽ നമുക്ക് എഴുതാം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇത് നോക്കിയാൽ 3/12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3ലും 12ലും രണ്ടെണ്ണത്തിലും വരണം. 3ലും 12ലും ഏതിൻ്റെ ടേബിൾ വരുമെന്ന്. 3ൻ്റെ ടേബിൾ വരത്തില്ലേ. 1 3 3 4 3 12. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, ഇപ്പം 5/25 എന്ന് തരികയാണെങ്കിൽ എങ്ങനെ പറയും നിങ്ങളെ, 5ഉം 25ഉം ഏതിൻ്റെ ടേബിളിൽ വരും, 5ൻ്റെ ടേബിളിൽ വരും അല്ലേ. എത്ര, 1 5 5 5 5 25 ഇതിനെ ലോവസ്റ്റ് ഫോം എന്നോ കേട്ടോ സിംപ്ലസ്റ്റ് ഫോം എന്നോ ഒക്കെ പറയാം. എന്ന് വെച്ചാൽ ചെറിയ രീതിയിലോട്ട് മാറ്റാൻ, ഇതിലും ചെറിയ അല്ലേ, ഇതിനെ ഒന്നും കൂടി ഒന്ന് ചെറിയ രീതിയിലോട്ട് മാറ്റാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഓർത്ത് വെച്ചിരിക്കണം. ഇതെല്ലാം ഓരോ മോഡൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ടേബിൾ നിങ്ങളങ്ങ് ഓർത്താൽ മതി. മനസ്സിലായോ? ഇപ്പോൾ 3/7 എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത അതേ മെഷർ വരുന്ന ഏതാ, 3ൻ്റെ 6 7ൻ്റെ 14. ഇതിൻ്റെ സംശയം ഉണ്ടോ നിങ്ങളെ? ടേബിൾ അങ്ങ് ഓർത്താൽ മതി. അത് ടേബിൾ അറിയാമായിരിക്കുമല്ലോ അല്ലയോ. അപ്പം 3/12 എന്നുള്ളത് നമുക്ക് വേണേൽ എങ്ങനെ എഴുതാം, 6/24 അല്ലേ. 3 1 3 3 2 3 6 12 2 20 അങ്ങനെ എഴുതാം. ഇനി ഇതിൻ്റെ ലോവസ്റ്റ് ഫോം ചോദിക്കുമെങ്കിൽ 1/4 എന്നും എഴുതാം കേട്ടോ. ഓർത്തോണേ.
ഇനി നോക്കിക്കേ, ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാവുന്ന, ഇത് നോക്കിക്കേ, ഇതൊരു ഫുള്ളാണ് അല്ലേ, അതിനെ വരച്ചിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം, അതൊരു ഫുള്ളാണ് 1. ഇനി എന്താണ്, ഇത് നോക്കിക്കേ, ഈ ഫുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണേ, ഏതാണ്ടേ ഇതിനെ നമ്മൾ 4ആയിട്ട് അങ്ങ് ഭാഗിച്ചു അല്ലേ. അപ്പോൾ എത്ര, 1 2 3 4, ആ 4 വേണം താഴെ കൊടുക്കാൻ. നമ്മളത് നേരത്തെ പഠിച്ചതാണ്, എൻ്റെ ക്ലാസ് കണ്ടവർക്കറിയാം. മൊത്തം എത്ര ഉണ്ട്, 1 2 3 4, ആ 4 താഴെ കൊടുക്കുക. ഇനി എത്രനാണോ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, എത്ര, ഒരെണ്ണത്തിനല്ലേ ഷെയ്ഡ് ചെയ്തുള്ളൂ, അപ്പോൾ 1. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് ഈ ഒരു ഫുള്ള് ഇത് കേട്ടോ. ഇനി ഇതെത്ര, മൊത്തം എണ്ണം എത്ര ആണോ അത് താഴെ എഴുതുക, എത്ര എണ്ണത്തിന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടോ അത് മുകളിൽ കൊടുക്കുക. ഓക്കെ ആണോ? അപ്പോൾ നോക്കിയ മക്കളെ, ഇവിടെ ഈ ഒരെണ്ണം ഫുള്ളുണ്ട്, ആ ഒന്നാണ് ഇത്. ഇത് എത്ര എണ്ണം ഉണ്ടോ, അവിടെ തെറ്റിക്കല്ലേ, എത്ര എണ്ണം ഉണ്ട് ഇവിടെ, 4 എണ്ണം അല്ലേ, 1 2 3 4. ആ 4 എണ്ണത്തിൽ ഒരെണ്ണത്തിനാണ് ഷെയ്ഡ് ചെയ്തത്. ഇത് ഫില്ലപ്പ് ചെയ്യാനും 1 മാർക്കിനും ഒക്കെ ചോദിക്കുമായിരിക്കും. എങ്ങനെ ആ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് അറിയത്തില്ല കുഞ്ഞാൽ കേട്ടോ. അപ്പോൾ പുതിയ ക്വസ്റ്റ്യൻ അല്ലേ, പുതിയ ടെസ്റ്റ് അല്ലേ. മറ്റേ നമുക്ക് പറയാമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള മോഡൽ ക്വസ്റ്റ്യനുകളാണെന്ന് പറയുന്നത്. ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഇത് നോക്കാം, മൊത്തം എണ്ണം എത്ര ഉണ്ടെന്നാണ് നോക്കട്ടെ. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത ഇതാവും നിങ്ങളെ കേട്ടോ. ഇതിലെ കണക്കുകളാണ് ഈ ചാപ്റ്റർ എളുപ്പമുള്ളൊരു ചാപ്റ്ററായത്. അതായത് മൊത്തം നോക്കിക്കുക, 1 2 3 4 5 6 7 8 മൊത്തം എണ്ണമാണ് താഴെ കൊടുക്കേണ്ടത് കേട്ടോ. താഴെ മൊത്തം എണ്ണം 8. ഇനി എത്ര എണ്ണത്തിനാണ് നമ്മൾ ഷെയ്ഡ് ചെയ്ത്, 1 2. ഇത് തിരിഞ്ഞു പോവല്ലേ കേട്ടോ. ഈ മുകളിൽ തരുന്നതിനെ നമ്മൾ ന്യൂമറേറ്റർ എന്നും താഴെ തരുന്നതിനെ ഡിനോമിനേറ്റർ എന്നും പറയുന്നു. ഇതൊക്കെ നമ്മൾ കുറേ പറഞ്ഞതാണ് അല്ലേ. ഇത് അംശവും ഇത് ഛേദവും ഓക്കെ ആണല്ലോ. അപ്പം മൊത്തം എണ്ണമാണ് ഏതാണ്ട് താഴെ കൊടുക്കുന്നത്, എത്ര എണ്ണമാണോ ഷെയ്ഡ് ചെയ്തത് മേലിലും ഓക്കെ ആണല്ലോ. ഇനി നോക്കൂ നിങ്ങൾ, ഇവിടെ 1 ഒരു ഫുള്ള്, 1 1 1, മൊത്തം എത്ര ഫുള്ളുണ്ട്, 4 എണ്ണം അല്ലേ. അപ്പം നമ്മൾ അതിനെ 4 എണ്ണം എഴുതുക. ഇച്ചിരി കഴിയുമ്പോൾ നോക്കുമ്പോൾ ഈ 4 എവിടെ നിന്ന് വന്നെന്ന് അറിയണേ. 1 2 3 4, ഇത് 4ഉം ഫുള്ള് ഷെയ്ഡല്ലേ, അപ്പോൾ അത് 4. ഇനിയാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. നോക്കൂ നിങ്ങളെ, കാണാൻ പറ്റുന്നുണ്ടോ, ഞാൻ ചെറുതായിട്ട് വരച്ചതാട്ടോ. നോക്ക്, ഇവിടെ മൊത്തം എണ്ണം എത്ര ഉണ്ട്, 1 2 3 4, ആ 4 എണ്ണം വേണം താഴെ കൊടുക്കാൻ. ഈ 4 ഇവിടുന്ന് വന്നെന്ന് മനസ്സിലായോ? എന്താ, 1 2 3 4, ഈ 4 എണ്ണം കണ്ടോ, ഈ 4 എണ്ണമാണ്. ഇനി എത്ര ആണ് ഷെയ്ഡ് ചെയ്തേക്കുന്നത് നോക്കിയേ, ഒരെണ്ണമേ ഷെയ്ഡ് ചെയ്തുള്ളൂ, അപ്പോൾ ആ ഒന്നാണിത് കേട്ടോ. ഈ ചാപ്റ്ററിൽ ഇതൊക്കെയാണ് അറിയേണ്ടത്. ഇനി നോക്കിയേ, ഇത് ഫുള്ളാണ് അല്ലേ, ഫുള്ള് ഷെയ്ഡ്, അപ്പോൾ അത് നമ്മൾ ഒരെണ്ണം ഫുള്ളുണ്ട്. ഇത് നോക്കിയേ, 2 എണ്ണം ഉണ്ട് അല്ലേ, 2 എണ്ണത്തിൽ ഒരെണ്ണമാണ് 2 എണ്ണം, മൊത്തം എണ്ണം എത്ര ഷെയ്ഡ് ഉണ്ടോ അത്. തെറ്റിപ്പോലെ കുഞ്ഞുങ്ങളെ, ഇനി അത് ഓക്കെ ആണോ? ഇത്രയും ചെയ്തതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഈ ചാപ്റ്ററിൽ ഇതൊക്കെയാണ് അറിയേണ്ടത് കേട്ടോ. നമ്മളോട് ഇപ്പം ആകെ ഭാഗങ്ങൾ എത്ര ഉണ്ടെന്ന് നോക്കുക കേട്ടോ. ആകെ ഭാഗങ്ങൾ എന്ന് വെച്ചാൽ എന്തായിരുന്നു, പാർട്ട് കട്ട് ചെയ്യുന്നത് എത്ര ആണെന്നല്ലേ. ഇനി എത്ര എണ്ണം പാർട്ട് ടേക്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കേണ്ട, ഇംഗ്ലീഷൂടെ കേട്ടോണേ നിങ്ങൾ കേട്ടോ. ടേക്കൺ എന്ന് വെച്ചാൽ എടുക്കുക, എത്ര എണ്ണം എടുക്കണം. ഇപ്പോൾ ആകെ ഭാഗങ്ങൾ 2 തരിക, ക്വസ്റ്റ്യനിലെ ടെസ്റ്റിലാണ് ആകെ ഭാഗങ്ങൾ എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താ, പാർട്ട് കട്ട്. ഇനി പാർട്ട് ടേക്കൺ, നമുക്ക് എടുക്കേണ്ട ഭാഗങ്ങൾ എത്രയാണ്, ഇപ്പോൾ 1 ആണെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതുമെന്ന് കേട്ടോണേ. നിങ്ങളോട് ചോദിക്കുക, അതിനെ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ, എങ്ങനെ എഴുതും, എത്ര ഭാഗമാണോ അതിനെ കണ്ടോ, ഇങ്ങനെയാണ്. ഇതൊക്കെ ചിലപ്പം 1 മാർക്കിന് ചോദിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഒരെണ്ണം കൂടെ പറയാം. ഇപ്പോൾ പാർട്ട് കട്ട് കേട്ടോ, ചോദ്യം കേട്ടോണേ. പാർട്ട് കട്ട് അല്ലെങ്കിൽ ആകെ എന്താ ഭാഗങ്ങൾ, ഇപ്പം ഞാൻ പറയും 8 എണ്ണം. മനസ്സിലായോ? അതിനകത്തിൽ എന്താണ്, നമുക്ക് പാർട്ട് ടേക്കൺ അല്ലെങ്കിൽ എടുക്കേണ്ട ഭാഗം ഞാൻ പറയുകയാണ് 3 ആണ്. എടുക്കേണ്ട ഭാഗം 3. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ, 8/3 അല്ല 3/8 അല്ലേ, 3/8, 8ൽ 3 ഭാഗം, 8ൽ 3 ഭാഗം അല്ലെങ്കിൽ 3/8 ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഈ കണക്കിൽ സംശയം വല്ലതും ഉണ്ടോ? ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എനിക്കറിയാം നിങ്ങൾക്ക് അറിയാമെന്ന്. ഇപ്പം ഞാൻ ഒരെണ്ണോടെ പറയാം. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ വട്ടത്തിൽ തന്നെ വേണമെന്നൊന്നുമില്ല, ചതുരത്തിലായാലും വേണ്ടേ. ഇപ്പം ഞാൻ 1 2 ഇങ്ങനെ ഞാൻ വരയ്ക്കുക. മനസ്സിലായോ? ഇത് ഇത്രയും ഞാൻ വരച്ചെന്ന് വെച്ചു. ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ. ഇനി അതിനകത്തിൽ ഞാനൊരു 3 എണ്ണത്തിനാണ് ഞാൻ ഷെയ്ഡ് കൊടുത്തത്. നിങ്ങളിത് എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? മൊത്തം എണ്ണം എണ്ണി നോക്കുക. 1 2 3 4 5 6 7, മൊത്തം എണ്ണം 7, ഷെയ്ഡ് ചെയ്തത് 3. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, 1 and a quarter make എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും കുഞ്ഞെ?
1 ആൻഡ് ക്വാർട്ടർ മേക്ക്. ക്വാർട്ടർ എന്ന് വെച്ചാൽ എന്തോന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? ക്വാർട്ടർ 1 ആൻഡ് എ ക്വാർട്ടർ മേക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ മലയാളം എന്താ പറഞ്ഞാൽ ഒന്നും കാലും ചേർന്നാൽ, ഒന്നും കാലും കയ്യും ഒക്കെ ചേർന്ന്, കാലും കയ്യും വിരലും ചേർന്നാലൊന്നുമല്ല കേട്ടോ, കാലും എന്ന് വെച്ചാൽ ഇവിടെ ക്വാർട്ടർ എന്നാണ് കേട്ടോ നിങ്ങളെ. ഒന്നും കാലും ചേർന്നാൽ എന്താവും? ഒന്നും കാലും ചേർന്നാൽ എന്താവും നിങ്ങളെ? ഒന്നും എന്താ കാലെന്ന് പറയുന്നതേ 1/4 ആണേ. അതൊക്കെ നമ്മൾ കുറേ പഠിച്ചതാ. 1/4 ആണേ കുഞ്ഞുങ്ങളെ കാലെന്ന് വെച്ചാൽ. അത് ഞാൻ ഇനിയും പറയണോ? 1/4 എന്ന് വെച്ചാൽ കാലാണ്. പിന്നെ 2/4 എന്ന് വെച്ചാൽ അരയാണ്. 3/4 എന്ന് വെച്ചാൽ മുക്കാലാണ്. ഇതൊക്കെ അറിയണേ, മലയാളം മീഡിയക്കാർക്കാണിത്. ഇനി 4/4 എന്ന് വെച്ചാൽ 4ൽ 4 എന്ന് വെച്ചാൽ ഫുള്ള് അല്ലേ? ഫുള്ള് മൊത്തം അല്ലേ? എന്താ അതിന് പറയുന്നത്? കാലെന്ന് വെച്ചാൽ ക്വാർട്ടർ, ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ക്വാർട്ടർ. അരാന്ന് വെച്ചാൽ ഹാഫ്. ഇനി 2/4നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം. അര അല്ലേ? ഹാഫ്. 3/4 മുക്കാൽ അല്ലേ? മുക്കാലിന് നമ്മൾ എങ്ങനെ പറയും? 3/4 അല്ലേ? മുക്കാൽ, ക്വാർട്ടർ പാസ്റ്റ് അല്ലേ? 4/4 എന്ന് വെച്ചാൽ മുക്കാൽ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ എഴുതണേ കുഞ്ഞുങ്ങളെ. 1 ആൻഡ് എ ഹാഫ് മേക്ക് ഡാഷ്. ഒന്നും അരയും ചേർന്നാൽ ഡാഷ്. ഫില്ലപ്പിന് ചോദിച്ചാൽ എന്തോ ചെയ്യും? 1 ആൻഡ് എ ഹാഫ് മേക്ക് ഡാഷ്. എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ഒന്നും അരയും ചേർന്നാൽ എന്തുമായിരിക്കും? 1/2. അര എഴുതാൻ അറിയണേ. അര, 1/2. ഇതൊക്കെ ചിലപ്പോൾ ഫില്ലപ്പിന് ചോദിച്ചാലോ കേട്ടോ. 1 ആൻഡ് എ 3/4. 1 ആൻഡ് എ 3/4 എന്ന് വെച്ചാൽ എന്താ? മുക്കാലാണ്. ഒന്നും മുക്കാൽ. മുക്കാലെന്ന് വെച്ചാൽ ഓർത്തോണേ കുഞ്ഞുങ്ങളെ. ഇത് പഠിക്കാമെങ്കിൽ കേട്ടോ, ഇത് പഠിക്കാമെങ്കിൽ നമുക്ക് ഇത് എളുപ്പം എഴുതരുതോ. മുക്കാലും അരയൊക്കെ എന്ന് വെച്ചാൽ ഹാഫ്. ഹാഫ് എന്ന് വെച്ചാൽ പകുതി. 1/2നാണ് ഹാഫ്. ക്വാർട്ടർ എന്ന് വെച്ചാൽ 1/4 ആണ്. 3/4 എന്ന് വെച്ചാൽ 3/4. ഇനി അതിൻ്റെ എല്ലാം മുന്നിൽ ഈ 1 ഉണ്ട്. ഈ 1 മാറ്റി ഇനി 2ഓ 3ഓ ഒക്കെ ആവുകയാണെങ്കിൽ അത് ഇവിടെ നിങ്ങൾ മാറ്റിക്കോണം. എത്ര ആണോ ചോദിക്കുന്നത് കേട്ടോ. അതൊക്കെ ബുദ്ധിപരമായിട്ട് വേണേ കുഞ്ഞുങ്ങളെ എഴുതാൻ. ഒരിക്കലും ഞാൻ ഇതാ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്നും പറഞ്ഞല്ല തരുന്നത്. ഇതൊരു മോഡൽ ഇതുപോലത്തെയൊക്കെ ആയിരിക്കാം കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാ. നോക്കിക്കേ, 2 ആൻഡ് എ ക്വാർട്ടർ മേക്ക്. 2 കണ്ടോ? 2 ആൻഡ് എ ക്വാർട്ടർ മേക്ക്. 2 എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 ആൻഡ് ക്വാർട്ടർ. ക്വാർട്ടർ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? 1/4 കണ്ടോ? ഇപ്പം പിടികിട്ടിയോ? ഏകദേശമൊക്കെ പിടികിട്ടുന്നുണ്ടോ? ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇതിൽ ഞാൻ തന്നിരിക്കുന്നത്. ഇത്രയും ഞാൻ തന്നിട്ടുള്ളൂ കുഞ്ഞുങ്ങളെ കേട്ടോ. മിനിമം ഇത്രയിലും അറിഞ്ഞിരിക്കണം. ഇത് നമുക്ക് റിവിഷൻ ചാപ്റ്ററായിട്ടുള്ള ചാപ്റ്റർ 5ാമത്തെ പാഠത്തിലെ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുന്നതുകൊണ്ട് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞതാണ്. ഓക്കെ ആണല്ലോ? ആണോ നിങ്ങൾ? ഈ പടം വരച്ചിട്ട് ഇത് നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ ഞാനൊരു 50 തവണയിലും പറഞ്ഞു തന്നിട്ടുണ്ട്. മൊത്തം എണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് താഴെ എഴുതുക. എത്രനാണോ ഷെയ്ഡ് ചെയ്തേക്കുന്നത് അത് മുകളിലും എഴുതുക. തിരിഞ്ഞു പോകല്ലേ. പിന്നെ ഈ ക്വാർട്ടറും ഒക്കെ അറിയണേ. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത നമുക്ക് 7ാമത്തെ ചാപ്റ്റർ. ഇതേതാ? 5 അല്ലായിരുന്നോ? 6ാമത്തെ ചാപ്റ്റർ ഏതാ കുഞ്ഞുങ്ങളെ? സമയത്തോടൊപ്പം അല്ലേ? 6 വിത്ത് ദി ടൈം. അത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചത് നമുക്ക് ഓടിച്ചിട്ട് പറയാം. അപ്പം നിങ്ങൾക്ക് എളുപ്പം ചെയ്യാം. എന്താ 5ാമത്തെ ചാപ്റ്റർ റിവിഷൻ ചാപ്റ്ററാണ്. എന്നാലും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാണത് ആ ചാപ്റ്റർ ഒന്നുകൂടെ എടുക്കാം കേട്ടോ. കമൻറ്റ് ബോക്സിൽ പറയണേ. നോക്കുഞ്ഞല്ലേ, 1 ഡേ ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. 1 ഡേ എന്ന് വെച്ചാൽ 24 മണിക്കൂറാണ്. അപ്പം നിങ്ങളോട് ചോദിക്കുക 4 ഡേ 4 ദിവസം എന്ന് വെച്ചാൽ എത്ര ദിവസമാണെന്ന് ചോദിച്ചാൽ ഇല്ലേ? പെട്ട് അല്ലേ? 4 ഡേ എന്ന് വെച്ചാൽ എത്ര ഹവർ എന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഒരു കമൻറ്റ് കണ്ടു കുഞ്ഞുങ്ങളെ. ഞാൻ ഈ ഹവർ എന്ന് പറയുന്നത് നിങ്ങൾ 5ാം ക്ലാസ്സിലല്ലേ കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് ആ എച്ച് വരാൻ വേണ്ടി അവറാണെന്ന് എനിക്കറിയാം. അവർ എന്നാണ് ഉച്ചരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു ഞാൻ എപ്പോഴും ഹവർ എന്ന് പറയുന്നത്. അത് എച്ച് ഇല്ലാത്ത പകുതി എണ്ണത്തിന് എഴുതുമ്പോൾ എച്ച് ഇല്ലാത്ത കൊണ്ട് എടുത്ത് പറയുന്നതാണ് HOUR അവർ എന്ന് കേട്ടോ. HOUR ഹവർ. 4 ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഡേ എന്ന് വെച്ചാൽ 24 മണിക്കൂറാണ് അല്ലേ? 1 ഡേ എന്ന് വെച്ചാൽ 24 മണിക്കൂറാണെങ്കിൽ 2 ഡേ എന്താണ്? 24 + 24 അല്ലേ? 2 ദിവസമായപ്പോൾ നമുക്ക് 48 മണിക്കൂറാണ്. 3 ദിവസമാണെങ്കിൽ വീണ്ടും 24. 8 4 12, 4 2 6, 6 1 72 മണിക്കൂർ. വീണ്ടും നമ്മൾ 24 മണിക്കൂർ അല്ലേ? 4 2 6, 7 8 10 106. അപ്പോൾ അങ്ങനെ നിങ്ങൾ കണക്ക് കൂട്ടി വേണം എഴുതാൻ. മനസ്സിലായോ?
വൺ ഡേ ആകുമ്പം 24 മണിക്കൂർ, 2 ഡേ ആയപ്പോൾ 48, 3 ഡേ ആയപ്പോൾ അങ്ങനെ എഴുതി വേണം. അപ്പം തെറ്റത്തില്ല കേട്ടോ, നിങ്ങളിങ്ങനെ കൂട്ടി എഴുതിയാൽ മതി, അപ്പം തെറ്റത്തില്ല. 1 അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 4 അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, അല്ലെങ്കിൽ 6 അവർ എന്ന് വെച്ചാൽ എത്ര ആണെന്ന് നോക്കണം. 1 അവർ 60 ആണെങ്കിൽ 2 അവർ 120 അല്ലേ, 60ൻ്റെ കൂടെ വീണ്ടും ഒരു 60 കൂടെ കൂട്ടി, 3 അവർ ആയപ്പം വീണ്ടും ഒരു 60 കൂടെ കൂട്ടി, അങ്ങനെ വേണം നോക്കാൻ കേട്ടോ. അപ്പം നിങ്ങൾക്ക് തെറ്റത്തില്ല. പിന്നെ നിങ്ങൾ ഈ ക്ലോക്ക് വരയ്ക്കുമ്പോഴേ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും, ഇപ്പോൾ ഏതെങ്കിലും ഒരു സമയം തന്നിട്ട് അപ്പം നിങ്ങളോട് പറയുക 3:30 ഒരു ക്ലോക്ക് വരയ്ക്കാൻ. നിങ്ങളെ 3:30 ഒരു ക്ലോക്ക് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചാടി കയറി, എനിക്കറിയാം ക്ലോക്ക് വരയ്ക്കാമെന്നും പറഞ്ഞ് ചാടി കയറി വരയ്ക്കരുത്. ആദ്യം നല്ലൊരു വട്ടം വരയ്ക്കുക കേട്ടോ, നല്ല ഒരു വട്ടം വരയ്ക്കുക. കയ്യിലൊരു വള കിടപ്പുണ്ടെങ്കിൽ അത് ഊരിയായാലും മതി, ഒരു വട്ടം വരയ്ക്കുക. അല്ലെങ്കിൽ കോമ്പസ് ഉപയോഗിച്ചിട്ട് കോമ്പസും പെൻസിലും വെച്ചിട്ട് വരച്ചാലും മതി കേട്ടോ. ഒരു 3-4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ ഉള്ളത് മതി. അതാകുമ്പോൾ ഒരു നോർമൽ ഒരു വട്ടമാവും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാവും നിങ്ങൾ, അതിൻ്റെ നടുക്ക് സെൻറ്ററിൽ നിങ്ങൾ കുത്തണം. ചാടി കയറി ക്ലോക്ക് വരയ്ക്കരുത്, നടുക്ക് സെൻറ്ററിൽ കുത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ, സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം, 4ആയിട്ട് അങ്ങ് മാറ്റണം കേട്ടോ. റഫായിട്ട് പെൻസിൽ വെച്ചിട്ട് റഫായിട്ട് ഇങ്ങനെ വരച്ചാൽ മതി കേട്ടോ. ചാടി കയറി വരയ്ക്കല്ലേ, റഫായിട്ടൊന്ന് തെളിയിക്കേണ്ട, ലൈറ്റായിട്ടൊന്ന് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ വരച്ചിട്ട്. അതുകൊണ്ട് ഇവിടെ 3, ഇവിടെ 6, ഇവിടെ 9, ഇവിടെ 12. ഇത് എഴുതിയിട്ടേ ഇനിയും ബാക്കി എഴുതാവൂ, കാരണം ഇവിടൊക്കെയാണ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയാണ്. ഇത് ഇത്രയും അറിയണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, പിന്നെ ഇവിടെ കൊടുക്കണം നിങ്ങൾ 1, 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6, ഇത് 7, ഇത് 8, 9, 10, 11, 12. അപ്പം നമുക്ക് ഒരേ അളവ് കിട്ടും കേട്ടോ. അല്ലാതെ നമ്മൾ തോന്നിയെടുത്ത് കൊണ്ടുപോയി ഇവിടെ 6 ചിലർ ഇവിടെ ഇങ്ങോട്ട് മാറി ഇവിടെ ഇരിക്കുന്നതാണ്, ചിലത് ഇവിടെ ഇരിക്കുന്നതാണ്. അങ്ങനെ ഇരിക്കരുത്. 12ൻ്റെ നേരെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് 12ൻ്റെ നേരെ 6 വരും, 3ൻ്റെ നേരെ 9 വരും കേട്ടോ. ക്ലോക്ക് ഏതെങ്കിലും ഒരു സമയം വരയ്ക്കാൻ ചോദിക്കും. പിന്നെ 3:30 ആണെങ്കിൽ എന്താവും, നിങ്ങളെ കുഞ്ഞു സൂചി വേണം ആദ്യം വരയ്ക്കാൻ. ചെറിയ സൂചി, ഒരു നല്ല ഒരു സൂചി, കുഞ്ഞു സൂചി വരയ്ക്കുക. അത് 3-ലും ഇരിക്കുക. 3:30 ആകുമ്പോൾ എങ്ങനെയാ, 5, 10, 15, 20, 25, 30 അങ്ങനെ കേട്ടോ. 30 ആകുമ്പോൾ എന്താ, വലിയ സൂചി 6-ലും വരണം കേട്ടോ. മനസ്സിലായല്ലോ. സമയം ഏതെങ്കിലും ഒരു സമയം വരയ്ക്കാൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മിക്കവാറും ടൈം ആയിരിക്കും. അപ്പോൾ ഇത് വരയ്ക്കാൻ പഠിക്കണം. ഇത് ഞാൻ നമ്മുടെ ടൈമിൻ്റെ പാഠത്തിൽ പഠിപ്പിച്ചതാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി ഹൗ മെനി മിനിറ്റ് ആർ ദെയർ ഇൻ എ ഡേ. ഒരു ദിവസത്തെ മിനിറ്റുകളാക്കിയാൽ എത്ര മിനിറ്റുകളുണ്ട്? ഒരു ദിവസത്തെ, അതൊക്കെ 1 മാർക്കിൻ്റെ ചോദ്യമാണ് നിങ്ങൾ, 1 മാർക്കിൻ്റെ. ഹൗ മെനി മിനിറ്റ് ആർ ദെയർ ഇൻ എ ഡേ. ഒരു ദിവസത്തെ മിനിറ്റുകളാക്കിയാൽ എത്ര മിനിറ്റുകൾ? 24 മണിക്കൂറാണ് നമുക്ക് ഒരു ദിവസം എന്ന് പറയുന്നത്. അതിനെ എന്ത് ചെയ്താൽ മതി, 60 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം 1440 മിനിറ്റാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. 1 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. ഹൗ മെനി മിനിറ്റ് ആർ ദെയർ ഇൻ എ ഡേ. ഒരു ദിവസത്തെ മിനിറ്റുകൾ കേട്ടോ. ഹൗ മെനി സെക്കൻഡ്, അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സെക്കൻഡ്, എത്ര സെക്കൻഡുകളായിരിക്കും? വീണ്ടും ഒരു 60 കൊണ്ട് ആ കിട്ടിയതിനെ, അതായത് 24നെ 60 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടി? 1440, 1440 മിനിറ്റ്. വീണ്ടും അതിനെ ഒരു 60 സെക്കൻഡ് 60 കൊണ്ട് ചെയ്യുമ്പം എത്ര? 86,400 അല്ലേ സെക്കൻഡ്. ഇത് നല്ലതുപോലെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. 1 മാർക്കിൻ്റെ ചോദ്യം. അടുത്ത ക്ലോക്കിലെ സൂചികൾ. ഇറ്റ് ഹാസ് 3 ഹാൻഡ്. ഇതിൽ 3 സൂചികളുണ്ട്. ഒരു ക്ലോക്കിൽ 3 സൂചിയുണ്ട്. വാട്ട് ഡസ് ഈച്ച് ഹാൻഡ് റെപ്രസെൻറ്റ്? ഓരോ സൂചിയും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സെക്കൻഡ് ഹാൻഡ്, മിനിറ്റ് ഹാൻഡ്, അവർ ഹാൻഡ്. സെക്കൻഡ് ഹാൻഡ് ഉണ്ട്, മിനിറ്റ് ഹാൻഡ് ഉണ്ട്, അവർ ഹാൻഡ് ഉണ്ട്. അവർ ഏതാണ്? ഇത് അവർ, ഏറ്റവും ചെറുത് അവർ ഹാൻഡ് അല്ലേ. മിനിറ്റ് അതുപോലെ തന്നെ സെക്കൻഡാണ് എപ്പോഴും കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വിച്ച് ഹാൻഡ് ടേൺ ദ ഫാസ്റ്റ്? ഇതിൽ ഏറ്റവും വേഗത്തിൽ നീങ്ങുന്ന സൂചി ഏതായിരിക്കും നിങ്ങളെ? സെക്കൻഡ് അല്ലേ, സെക്കൻഡ് സൂചിയാണ്. ഇതാണല്ലേ എപ്പോഴും ഓടുന്നത്, സെക്കൻഡ് സൂചിയാണ്. ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് അവർ റൊട്ടേഷൻ? ഇത് ഒരു വട്ടം കറങ്ങാൻ എത്ര സമയം എടുക്കും? എത്ര സമയം? 60 സെക്കൻഡ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, 60 സെക്കൻഡ്. സ്പെല്ലിംഗ് അറിയണേ. ഹൗ മച്ച് ടൈം ഡസ് ദ മിനിറ്റ് ഹാൻഡ്
ഹാൻഡ് ടേക്ക് ടു കംപ്ലീറ്റ് 1 റൊട്ടേഷൻ. മിനിറ്റ് സൂചി ഒരു വട്ടം കറങ്ങാൻ എത്ര സമയമെടുക്കും? മിനിറ്റ് സൂചി എല്ലാം 60 കേട്ടോ, 60 പിടിച്ചോണ്ട കേട്ടോ, 60 മിനിറ്റ്. വാട്ട് എബൌട്ട് ദ അവർ ഹാൻഡ്? ഇനി അവർ ഹാൻഡ് ചോദിച്ചിട്ടുണ്ട്. അവർ ഹാൻഡ് എന്ന് വെച്ചാൽ എന്താ? മണിക്കൂർ സൂചി അല്ലേ. അതെത്ര? മൊത്തം 12. മൊത്തം എത്ര ഉണ്ട്? 12 അല്ലേ? മൊത്തം 12 അല്ലേ കുഞ്ഞില്ലേ? അപ്പോൾ അത് 12 വട്ടം അല്ലേ, ഒരു ദിവസം 12 അല്ലേ. വാട്ട് എബൌട്ട് ദ അവർ ഹാൻഡ്? മണിക്കൂർ സൂചി 12 കേട്ടോ. അത് തിരിഞ്ഞു പോലെ ഈ 3 എണ്ണവും നല്ലപോലെ അറിയണേ. സെക്കൻഡ് ഹാൻഡും സെക്കൻഡും 60 മിനിറ്റ് ഇതൊക്കെ നല്ലപോലെ അറിയണേ. നിങ്ങൾ എഴുതിയെടുത്ത് തന്നെ സമയം പിതുക്കെ സമാധാനത്തെ ഇരുന്ന് പഠിക്കണം. ഇനി ഞാൻ പറഞ്ഞായിരുന്നു ഇത് വരയ്ക്കുന്നത്, ഒരു ക്ലോക്ക് വരയ്ക്കാൻ ചോദിക്കും. ക്വാർട്ടർ പാസ്റ്റ് എന്ന് വെച്ചാൽ കാലാണ്. ക്വാർട്ടർ പാസ്റ്റ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയക്കാർ കേട്ടോ നിങ്ങളെ കാലിന് പറയുന്ന പേരാക്കി. കാൽ എന്ന് വെച്ചാൽ എന്താണ്? ഈ 3ൻ്റെ അവിടെ വരുന്നതാണ് കാല്. 3 കേട്ടോ. 15-നാണ് നമ്മൾ എന്ത് പറയുന്നത്? 15 മിനിറ്റിനെയാണ് നമ്മൾ കാലെന്ന് പറയുന്നത്. ക്വാർട്ടർ ടു എന്ന് വെച്ചാൽ മുക്കാൽ. ക്വാർട്ടർ 2 എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? മുക്കാൽ. ഇപ്പോൾ 8 ക്വാർട്ടർ 2 എന്ന് വെച്ച് കഴിഞ്ഞാലും ഒക്കെ എന്താണെന്ന് അറിയണം കേട്ടോ. നോക്കിക്കേ, ക്വാർട്ടർ ടു 10 എന്നാണ് ഇവിടെ ചോദ്യം. ക്വാർട്ടർ ടു 10 എന്ന് വെച്ചാൽ എന്താണ്? 9:45. 10:45 എന്ന് എഴുതി വെക്കല്ലേ. അത് പറയാൻ മറന്നുപോയി. ചിലപ്പോൾ ക്വാർട്ടർ ടു 10 എന്ന് വെച്ചാൽ 10:45 അല്ലേ കുഞ്ഞുങ്ങളെ? 9:45 കേട്ടോ. 15 മിനിറ്റ് ബാക്കിലോട്ട് അടിച്ചോണം കേട്ടോ. ക്വാർട്ടർ 2 ആണ്. ക്വാർട്ടർ പാസ്റ്റ് എന്ന് വെച്ചാൽ 15 മിനിറ്റിനാണ്. എത്ര ആണോ ഇപ്പം 2 ക്വാർട്ടർ പാസ്റ്റ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2:15 കേട്ടോ. 2:15 ഇവിടെ വരച്ച് തന്നെ നമ്മുടെ ആ ലിങ്കിൽ നമ്മൾ പറഞ്ഞതാണ്. ഹാഫ് പാസ്റ്റ് അതെല്ലാവർക്കും അറിയാം അല്ലേ? എത്ര? 11. ഹാഫ് പാസ്റ്റ് 11 അല്ലേ? 11 എന്താണ്? 11:30. അത് തെറ്റത്തില്ല. പക്ഷേ ക്വാർട്ടർ പാസ്റ്റും ക്വാർട്ടർ 2 മിക്കവാറും ഉള്ളവർക്ക് തെറ്റുന്നതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. ക്വാർട്ടർ 2 എന്ന് നമ്മൾ 10 ആണെങ്കിൽ ചോദിക്കുന്നതെങ്കിൽ 9:45. ക്വാർട്ടർ 2 8 ആണെങ്കിലോ 7:45. അതൊക്കെ അറിയണേ കേട്ടോ. നമ്മളത് ചെയ്തതാ. എന്നാലും പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു 1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റാണ്. കാലെന്ന് വെച്ചാൽ 15 മിനിറ്റ്. 2/4 എന്ന് വെച്ചാൽ അര 30 മിനിറ്റ്. 3/4 എന്ന് വെച്ചാൽ മുക്കാൽ 45 മിനിറ്റ് വേണമെന്നും ഓർത്തോണം. എന്നാണ് ഇത് വരച്ച് കേട്ടോ. സമയം നോക്കാൻ നിങ്ങൾക്ക് അറിയാം കുഞ്ഞുങ്ങളെ, എനിക്കറിയാം. എന്നാലും ഒന്നുകൂടെ അങ്ങ് പറഞ്ഞതാ കേട്ടോ. നോക്കിക്കേ, ഇനി അടുത്ത ടെസ്റ്റിലെ ചോദ്യങ്ങളായതെല്ലാം. 120 മിനിറ്റ് എന്ന് വെച്ചാൽ എത്ര അവറാണ്? മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എത്ര അവറാണ് നിങ്ങളെ? 120 മിനിറ്റ് 60 മിനിറ്റാണ് 1 മണിക്കൂർ അല്ലേ? 60 മിനിറ്റ് 1 മണിക്കൂറാണെങ്കിൽ 120 മിനിറ്റ് 2 അവറാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 150 മിനിറ്റോ? 150 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാറണം. അപ്പോൾ 60 മിനിറ്റ് 1 മണിക്കൂർ. വീണ്ടും 60 മിനിറ്റ് ആയപ്പം 2 മണിക്കൂർ അല്ലേ? വീണ്ടും എത്ര? അപ്പോൾ 60 എത്ര നിങ്ങൾ? 120 നമ്മളോട് ചോദിച്ച എത്ര? 150 അല്ലേ? 150. അപ്പം 150 നിന്ന് 120 അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു 30 വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ 30 മിനിറ്റ് എന്ന് വെച്ചാൽ എന്താ? അരമണിക്കൂറല്ലേ? 30 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ. അപ്പോൾ ഇവിടെ എത്ര? 2ഉം ഈ 30 മിനിറ്റൂടെ ആയപ്പം 2.5 അവർ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ 210 മിനിറ്റ് ആണെങ്കിലോ, ടെസ്റ്റിലെ ചോദ്യമായിരുന്നു, 210 മിനിറ്റ് ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? അതും ഇതുപോലെ എഴുതി നോക്കണം. അപ്പോൾ എന്താ? 3 മണിക്കൂറും അര അല്ല 3 എത്ര മിനിറ്റ്? 3 മണിക്കൂറും അര 3.5 അല്ലേ? 3.5 3ഉം അരയും എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് 60 മിനിറ്റ് എന്ന് പറയുന്നത് 60 മിനിറ്റ് എന്ന് പറയുന്നത് 1 മണിക്കൂർ. വീണ്ടും 60 മിനിറ്റ് എന്ന് വെച്ചാൽ 2 മണിക്കൂർ. ഇവിടെ നമുക്ക് 210 അല്ലേ? 18. വീണ്ടും 60 ആയപ്പം 180 അല്ലേ? നമ്മുടെ എത്ര 210 ചോദിച്ചത്. അപ്പം 180ൻ്റെ 210 വരാൻ എന്തോ ചെയ്യണം? 210 നിന്ന് 180 അങ്ങ് കുറയ്ക്കണം. 0 19 20 21 30. അതും എന്താ? ലാസ്റ്റ് 30 വന്നാൽ അതിൻ്റെ അർത്ഥം അരമണിക്കൂർ എന്നാണ് കേട്ടോ. അത് ഓർത്തോണേ നിങ്ങളെ. അപ്പം എത്ര? 1 2 3 60. അപ്പം 3.5 ആയി. അതൊക്കെ നമ്മൾ നല്ലപോലെ പറഞ്ഞതാ. എന്നാലും ഞാനങ്ങ് പറയും കേട്ടോ. അങ്ങനെ ഇത് ചെയ്യണം കേട്ടോ. ഇതൊക്കെ നമ്മളാണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അതായത് 59 മിനിറ്റിൻ്റെ കൂടെ 60 സെക്കൻഡ് എന്ന് വെച്ചാൽ 1 മിനിറ്റ് അല്ലേ? 60 സെക്കൻഡ് എന്ന് വെച്ചാൽ 1 മിനിറ്റ്. അപ്പോൾ ഈ 1 മിനിറ്റും 59 മിനിറ്റൂടെ കൂട്ടുമ്പം 60 മിനിറ്റ്. 60 മിനിറ്റ് എന്ന് വെച്ചാൽ എന്താ? 1 മണിക്കൂർ. 5 മണിക്കൂറിൻ്റെ കൂടെ 1 മണിക്കൂറുടെ 6 മണിക്കൂർ
കേട്ടോ. ഇതൊക്കെ മനസ്സിലാക്കണേ. 1 മണിക്കൂർ എന്ന് വെച്ചാൽ 60 മിനിറ്റാണ്. അങ്ങനെ 2 മണിക്കൂറും മുമ്പ് നമ്മൾ ആ മേളിൽ ചെയ്ത കണക്കിൻ്റെ സ്റ്റെപ്പുകളാട്ടോ. അഥവാ ആർക്കെങ്കിലും അത് ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണേ. നമ്മളിപ്പോൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പറയുന്നതേ ഉള്ളൂ. അതിനകത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടാണോ നിങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നീളത്തെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത നമുക്ക് ടെസ്റ്റിലെ ചോദ്യം നോക്കിയേ. സ്കൂൾ സ്റ്റാർട്ട് അറ്റ് 10 in the morning ആൻഡ് continue to 4 in the afternoon. There are intervals from 11:20 to 11:30 in the morning, 12:50 to 1:45 in the afternoon, and 3:10 to 3:20 in the evening. How much time do students get for their studies? അതായത് നമ്മുടെ ഇംഗ്ലീഷ് ചോദ്യം കേട്ടോ നിങ്ങളെ. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് സ്കൂൾ പ്രവർത്തന സമയം. രാവിലെ 11:20 മുതൽ 11:30 വരെ അവർക്ക് എന്തുണ്ട്? ഇൻ്റർവെല്ലുണ്ട്. ഉച്ചയ്ക്ക് ശേഷം 11:50 മുതൽ 1:45 വരെ, വൈകുന്നേരം 3:10 മുതൽ 3:20 വരെയും ഇടവേളയുണ്ട്. അപ്പോൾ ബാക്കി അവർക്ക് എത്ര സമയം അവർക്ക് പഠിക്കാൻ കിട്ടുമെന്ന്. ഇൻ്റർവെല്ലിൻ്റെ സമയം ഒത്തിരി പറഞ്ഞു. അപ്പോൾ ബാക്കി പഠിക്കാൻ എത്ര കിട്ടുമെന്ന് അത് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഓരോന്നിൻ്റെയും സ്റ്റെപ്പ് സ്കൂള് പ്രവൃത്തി സമയം 10 മണി മുതൽ 4 മണി വരെ ആയപ്പോൾ എത്ര മണിക്കൂർ? 6 മണിക്കൂറായിട്ടുണ്ട്. അതായത് ഇൻ്റർവെൽ സമയം എല്ലാം കൂടെ നോക്കൂ നിങ്ങളെ. ഇൻ്റർവെല് 11:20 മുതൽ 11:30 വരെ ആയപ്പോൾ ഒരു 10 മിനിറ്റ് അവിടെ കിട്ടി. 12:50 മുതൽ 1:45 വരെ ആയപ്പം 55 മിനിറ്റ് അവർക്ക് കിട്ടി. 3:10 മുതൽ 3:20 വരെ ആയപ്പം 10 മിനിറ്റ് അവർക്ക് കിട്ടി. അപ്പം മൊത്തം ഇതെല്ലാം കൂടെ എത്ര മിനിറ്റ് അവർക്ക് കിട്ടും? 10 മിനിറ്റ് 55 മിനിറ്റ് 10 മൊത്തം 75 മിനിറ്റ്. 75 മിനിറ്റ് എന്ന് വെച്ചാൽ 60 മിനിറ്റ് 1 മണിക്കൂറാണ് അല്ലേ? അപ്പം അതിൽ നിന്ന് 60 മിനിറ്റ് 1 മണിക്കൂറും 15 മിനിറ്റും അവർക്ക് എന്ത് കിട്ടി? കളിക്കാൻ കിട്ടിയെന്ന്. ആകെ പഠന സമയം അവർക്ക് എത്രയുള്ളെന്നാണ് പറഞ്ഞത്? രാവിലെ 10 മുതൽ വൈകിട്ട് എത്ര മണി വരെയാ? സ്റ്റാർട്ട് 10 in the morning അല്ലേ? വൈകിട്ട് കണ്ടിന്യൂസ് 4 in the after 4 മണി വരെയാണ്. അപ്പോൾ അവർക്ക് കളിക്കാൻ ഇത്രയും സമയം അങ്ങ് പോയി. 6 മണിക്കൂറിൽ 1 മണിക്കൂർ 15 മിനിറ്റ് കളിക്കാൻ വേണ്ടി അങ്ങ് പോയി. അപ്പോൾ ബാക്കി അവർക്ക് എത്ര? 4 മണിക്കൂർ 45 മിനിറ്റ് മാത്രമേ അവർക്ക് പഠിക്കാൻ സമയം കിട്ടുന്നുള്ളൂ. ഇത് ഒരു മോഡൽ ഇത് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ് കുഞ്ഞിലെ. ഇതിനെക്കുറിച്ച് നല്ല വിശദമായിട്ട് നമ്മുടെ ചാനലിൽ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ എഴുതിയെടുക്കാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത് കേട്ടോ. ഇനി നോക്കിക്കേ, ബിഫോറും ആഫ്റ്ററും. ഇനി അറിഞ്ഞിരിക്കേണ്ട ഇങ്ങനെ നോക്കുന്നില്ലേ, 7 in the morning എന്നുള്ളത് മോർണിംഗ്, അതായത് രാത്രി 12 മണി മുതൽ രാവിലെ 12 മണി വരെയാണെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏത് സമയം വന്നാലും AM ആണ്. എന്താ നിങ്ങളെ? രാത്രിയിൽ 12 മണി മുതൽ 12 മണിയൊക്കെ അറിയാമല്ലോ 12-ൽ 12 മണി മുതൽ രാവിലെ 12 മണി വരെ. രാവിലെ എന്ന് വെച്ചാൽ നമ്മുടെ ഉച്ചയ്ക്ക് 12 അല്ലേ? ഉച്ചയ്ക്ക് 12 മണി വരെയാണെങ്കിൽ അത് AM ആണ്. ഉച്ചയ്ക്ക് 12 കഴിഞ്ഞ് അല്ലെ 12, 1, 2 അവിടെ നിന്ന് മുതൽ അങ്ങോട്ട് പോകുന്നതെല്ലാം PM ആണ്. ആ ഒരു ക്ലൂ ഓർത്ത് വെച്ചാൽ മതി. ഇത് അതിൻ്റെ ഒരു ചോദ്യം എന്തായാലും കാണും. രാവിലെ 7 മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 7 AM ആണ്. ഇൻ ദ ഈവനിങ് വൈകിട്ട് 7 ആണെങ്കിലോ PM ആണ്. ആഫ്റ്റർ മെറിഡിയം പോസ്റ്റ് മെറിഡിയം ഒക്കെ കേട്ടോ. അപ്പോൾ അതുപോലെ PM AM തിരിഞ്ഞു പോകല്ലേ കുഞ്ഞുങ്ങളെ. വൈകുന്നേരങ്ങളിൽ അതായത് ഉച്ച കഴിഞ്ഞ് 12 കഴിഞ്ഞാണെങ്കിൽ അതെന്താ? PM ആണ്. തിരിഞ്ഞു പോലെ PM ആണ്. എന്നാൽ എന്താ നമുക്ക് പിന്നെ ഈ രാവിലെ ആണെങ്കിൽ ഇവിടെ ഒക്കെ ഈവനിങ് 5 in the ഈവനിങ് ആണ്. ഈവനിങ് ആണെങ്കിൽ PM ആണ്. മോർണിംഗ് 11:30 അത് AM ആണ്. വൈകുന്നേരം 6 മണിയായെങ്കിൽ PM ആണ്. രാവിലെ 4 ആണെങ്കിൽ AM ആണ്. രാത്രിയിലാണെങ്കിലും PM ആണ്. അത് ഓർത്തോടെ, അത് തിരിഞ്ഞു പോവല്ലേ കേട്ടോ. രാവിലെ അതായത് 12 ഓർത്താൽ മതി. രാത്രി 12 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ആണെങ്കിൽ അത് AM-ഉം, ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 12 വരെ ആണെങ്കിൽ അത് PM-ഉം ആണ്. അതിൻ്റെ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ പേഴ്സൺ സ്റ്റാർട്ടർ ഇതിൻ്റെ എല്ലാം നമ്മൾ ചെയ്തതാണ് നിങ്ങളെ. അഥവാ കിട്ടാത്തവർക്ക് ദാണ്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാം പറഞ്ഞു പോയി കഴിഞ്ഞാലേ നമുക്ക് അത്രയും സമയം പോവുക. അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് ദാണ്ട് ഇവിടെ ഇനി ഈ കണക്കൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നില്ല, ആ കണക്ക് ഒരു തരത്തിലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന കണക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. ഞാനത് ഒന്നുകൂടെ പറഞ്ഞു തരാം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത് ഏതാണെന്നൊന്ന് കാണിക്കാൻ വേണ്ടി ഇതിനകത്തിൽ ഏത് കണക്കാണ് അറിയാൻ വയ്യാത്തത് അതിന് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. ഒരു ബസ് സ്റ്റാർട്ടർ കോഴിക്കോട്, അതൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങളെ? അത് അഥവാ ഒട്ടും മനസ്സിലായെങ്കിൽ നമ്മുടെ ആ ലിങ്ക് ഒന്ന് എടുത്തൊന്ന് നോക്കണേ നിങ്ങൾ കേട്ടോ. അതിനകത്തിൽ കാരണം അത് കുറേശ്ശെ ഇട്ടത് കൊണ്ട് അതിനകത്തിൽ വിശദമായിട്ടെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അത് കയറി കാണണേ. ഇതിനകത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കയറി കാണണം കേട്ടോ. ഇനി നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്മളിപ്പോൾ പറഞ്ഞല്ലേ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നോക്കിയേ 23 അല്ലെ 30 കേട്ടോ. 23:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര മണിയാണെന്ന് പറയും?
എത്ര മണിയാവും നിങ്ങളെ? 23:30. അതായത് നമ്മുടെ ക്ലോക്ക് ഏതാ? 12-ന്റെ സൂചി, 12-ന്റെ ക്ലോക്ക് അല്ലേ നമ്മുടെ, ഇല്ലയോ? 12-ന്റെ ക്ലോക്കാണ് ഇത്, കണ്ടോ? 12-ന്റെ അല്ലേ? അപ്പം നമ്മളോട് 23 എന്നാ പറഞ്ഞാൽ 23:30 എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര മണിയാവും? നമ്മുടെ ഇന്ത്യൻ സമയം എത്ര ആവും? അതായത് 12 മണിക്കൂർ കഴിഞ്ഞ് 12 അല്ലേ, 12 വരെ നമുക്കറിയാം, സൂചി ഓടുന്ന 12 വരെ നമുക്കറിയാം. പിന്നെ അത് കഴിഞ്ഞാണ്ട് ഇത് 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23. 23 എന്ന് പറയുമ്പോൾ അപ്പോൾ എവിടെ നമുക്ക് എവിടെ വരും? 11 എത്ര? 23:30 അല്ലേ? അപ്പോൾ 11:30 എന്ന് വരും. അത് മിക്കുള്ളവർക്കും ഡൗട്ട് ഉണ്ടോ നിങ്ങളെ? ഇപ്പം 22 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ 12 വരെ നമ്മുടെയൊക്കെ എല്ലാം ക്ലോക്കെ നോക്കാൻ നമുക്കറിയാമല്ലോ, 12 മണി വരെ. ആ 12 കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്താ വലത്തോട്ട് 13, 14, 15 എന്ന് ചെല്ലണം. അപ്പം നമുക്കറിയാം അത് എവിടെ വരുന്നതെന്ന്. കണ്ടാ അതിനകത്ത് സമയം കൊടുത്തിട്ടുണ്ട്. ഇപ്പം 16:25 എന്ന് തരിക. എന്താ? 16:25. അപ്പോൾ 12, 13, 14, 15, 16. 16 എന്ന് പറയുമ്പോൾ എത്ര മണിയാണ് നമ്മുടെ? 4 മണിയാണ്. 4:25. ഇപ്പം പിടി കിട്ടിയോ? 10 മണി എന്ന് വെച്ചാൽ എത്ര? 10 മണി തന്നെ. 11 മണി എന്ന് വെച്ചാൽ 11 മണി തന്നെ. എന്തുകൊണ്ടാവും നിങ്ങളെ? 12 കഴിഞ്ഞുള്ളതാണ് മാറുന്നത്, ഇല്ലേ? 8 മണി എന്ന് വെച്ചാൽ 8 മണി, 9 മണി, അതെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ 14 മണി, 15 മണി, അതായത് 13 തൊട്ട് തുടങ്ങുന്നത്. കാരണം നിങ്ങൾ ഇങ്ങനെ വരച്ച് ഇങ്ങനെ അന്ന് ഞാൻ പഠിപ്പിച്ചതാണ് നിങ്ങളെ ആ പേപ്പറായത്. അപ്പം നിങ്ങൾക്കതറിയാം 12 കഴിഞ്ഞാൽ പിന്നെ, കാരണം ഓൾറെഡി നമ്മുടെ നമ്പർ ഇവിടെ കിടപ്പുണ്ട്. 1, 2, 3, 4. നമ്മുടെ ക്ലോക്കിൻ്റെ സൂചി ഓൾറെഡി നമുക്ക് 12 വരെ കിടപ്പുണ്ട് അല്ലേ? പിന്നെ എന്താ നോക്കി 12, 13 എന്നുള്ളതുണ്ട് വെളിയിൽ കിടപ്പ്, 14, 15 എന്നുള്ളത്. അപ്പം നമ്മളോട് ഇപ്പം 13:30 ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ പറയും? 13:30, 12, 13 എന്ന് വെച്ചാൽ എന്താ? 1 മണിയാണ്. 1:30 കേട്ടോ, മനസ്സിലായോ? 1:30 കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ അത്രയും നമ്മൾ 6ാമത്തെ ചാപ്റ്ററിൽ ഞാൻ അത്രയുമാണ് പ്രധാനപ്പെട്ട തന്നിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും കുഞ്ഞുങ്ങളെ, എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ഇട്ട് തരാം. ഇവിടെ നോക്കിയേ, 180 മിനിറ്റ് എന്ന് വെച്ചാൽ എത്ര മണിക്കൂറാണ്? 180 മിനിറ്റ് എന്ന് വെച്ചാൽ എത്ര മണിക്കൂറാണ്? നിങ്ങൾ പെട്ടെന്ന് നോക്കണം. 1 മണിക്കൂർ എന്ന് 60 മിനിറ്റാണ് അല്ലേ? 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റാണ്. 2 മണിക്കൂർ എന്ന് പറയുന്നത് 60, 120 മിനിറ്റാണ് അല്ലേ? അപ്പം 3 മണിക്കൂർ എന്ന് പറയുന്നതോ വീണ്ടും അതിൻ്റെ കൂടെ 60 കൂട്ടണം അല്ലേ? അപ്പോൾ എത്ര? 180 മിനിറ്റാണ്. അപ്പോൾ എത്ര മണിക്കൂർ അല്ലെ എത്ര എന്താ അവറാവും നിങ്ങളെ? 3 മണിക്കൂർ കേട്ടോ. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കുന്നതാണ്, ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ഒന്നിനെയും എന്താ നിസ്സാരമായിട്ട് വിടരുത്. അങ്ങനെയാണെങ്കിൽ 150 മിനിറ്റ് മുമ്പ് നമ്മളിത് പറഞ്ഞാൽ തോന്നുന്നു അല്ലേ? 150 മിനിറ്റും എന്താവും നിങ്ങളെ? അതും ഇതുപോലെ നോക്കണം. 60 മിനിറ്റ്, 60 മിനിറ്റ്, അപ്പം 120 പിന്നെ ഒരു 30 അധികം ഉണ്ട്. അപ്പോൾ ഏതാ? 260 അല്ലേ? 260 രണ്ടെണ്ണം വന്നു. ബാക്കി എത്ര ഉണ്ട്? 150 അല്ലേ? അപ്പം 150 നിന്ന് 120 കുറച്ചാൽ ബാക്കി 30. അപ്പോൾ എന്താ? 2:30 എന്ന് വെച്ചാൽ 2:30. മനസ്സിലായോ? 1 മിനിറ്റ് എന്ന് വെച്ചാൽ എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡ് അല്ലേ? 1 മിനിറ്റ് 60 സെക്കൻഡ്. ഒരു ക്ലോക്കിൽ ഏറ്റവും വേഗത്തിൽ ഓടുന്ന സൂചി ഏതാവും നിങ്ങളെ? അതിൻ്റെ സെക്കൻഡ് സൂചി. ഇത് 1 മാർക്കിനൊക്കെ ചോദിക്കുന്നത് കേട്ടോ. രാവിലെ 7 മണി എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞ രാവിലെ 7 മണി എന്ന് പറയുന്നത് 7 AM തന്നെയാണ് കേട്ടോ. മോർണിംഗ് 6 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ രാവിലെ അല്ലേ? അത് 6 AM തന്നെയാണ്. മോർണിംഗ് 5 o'clock എന്ന് വെച്ചാലോ 5 AM ആണ്, കാരണം രാവിലെ അല്ലേ? AM ആണ് കേട്ടോ. AM. 16:30 എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞാൽ 16:30 എന്ന് വെച്ചാൽ 12 നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ? അപ്പോൾ 13, 14, 15, 16 എത്ര നിങ്ങളെ? 4 അല്ലേ? അപ്പോൾ എത്ര? 4:30. സംശയമുണ്ടോ? 12 ഓൾറെഡി നമുക്കറിയാം 12 വരെ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 13, 14, 15, 16 കേട്ടോ. 4. ഇനി 18:40 എന്ന് പറയുന്നത് എന്താ? 18:40, 12, 13, 14, 15, 16, 17, 18 എത്ര? 6 അല്ലേ? അപ്പോൾ 6:40. 6:40 AM ആണോ PM ആണോ? 6:40 അല്ലേ? നോക്കിക്കേ, രാവിലെ അല്ലേ? 6 അല്ല, ഉച്ച കഴിഞ്ഞിട്ട് 6:40 AM അല്ലല്ലോ, 18:40 അല്ലേ? അപ്പം വൈകിട്ടാവും നിങ്ങളെ, വൈകിട്ട് കേട്ടോ, കാരണം ഉച്ച കഴിഞ്ഞല്ലേ. 12 കഴിഞ്ഞാൽ എന്താണ്? PM ആണ് അല്ലേ? ഓർത്തോണേ കുഞ്ഞുങ്ങളെ, 12 മണി വരെ അല്ലേ? രാവിലെ 12, രാവിലെ എപ്പോഴും പറഞ്ഞത് ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 12 മണി വരെ PM ആണ്. രാത്രി
എന്താ 12 തൊട്ട് ഉച്ചയ്ക്ക് 12, അത് തിരിഞ്ഞു പോലെ ഉച്ച വരെ അല്ലേ AM ആണ് കേട്ടോ. അപ്പം ഇവിടെ നോക്കിയാൽ രാത്രി 11 മണിയായപ്പോൾ അപ്പം എന്താണ്, രാത്രി 11 മണിയായപ്പോൾ AM ആണ് കേട്ടോ. രാത്രി 11 മണി AM PM കേട്ടോ. എന്നെയും കൂടെ തെറ്റിക്കുമല്ലോ എൻ്റെ കുഞ്ഞുങ്ങളെ. രാത്രി കേട്ടോ, ഇവിടെ എഴുതി വെച്ചേക്കാം, അല്ല എനിക്കും കൂടെ തെറ്റിപ്പോയി. രാത്രി 12 മുതൽ ഉച്ചയ്ക്ക് 12 വരെ AM ആണ് കേട്ടോ. AM ഉച്ചയ്ക്ക് 12 മുതൽ അല്ലേ കേട്ടോ, ഇത് പഠിച്ചോണേ. ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 12 വരെ എന്താ PM-ഉമാണ്. ഈ ക്ലൂ ഓർത്താൽ മതി കേട്ടോ, തെറ്റത്തില്ല ഇനി. ഓക്കെ, അപ്പോൾ രാത്രി 11 മണി എന്ന് പറയുന്നതോ, രാത്രി 11 മണി 12 ആയില്ലല്ലോ, അപ്പോൾ അത് AM ആണ്. അടുത്ത് നോക്കിയേ 10:45 ക്ലോക്കിൽ വരച്ചടയാളം. ഞാൻ പറഞ്ഞില്ലോ ക്ലോക്കിൽ വരച്ചിട്ട് അടയാളപ്പെടുത്താൻ ചോദിക്കും പരീക്ഷയ്ക്ക് കേട്ടോ. അപ്പം നമ്മൾ വിത്ത് ദ ടൈം എന്ന് പറയുന്ന പാഠത്തിൻ്റെ അതായത് എത്ര 6ാമത്തെ പാഠമല്ലേ നിങ്ങളെ, 6ാമത്തെ പാഠം 5ഉം 6ൻ്റെയും പ്രധാനപ്പെട്ടതെല്ലാം പറഞ്ഞു. പിന്നെ അതുപോലെ നിങ്ങളോട് ചോദിക്കും നിങ്ങളെ, ഇപ്പം ഈ വർഷം അടുത്ത അതിവർഷം ഇനി ഏതാന്ന്, അതായത് ലീപ്പ് ഇയറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോണേ, 4 വർഷം കൂടുമ്പോഴാണ് നമുക്ക് ലീപ്പ് ഇയർ കേട്ടോ. അത് മറന്നുപോകല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. ലീപ്പ് ഇയർ എന്ന് വെച്ചാൽ അതിവർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 4 വർഷം. ഇപ്പം ഇത് 2024 ലീപ്പ് ഇയർ ആയിരുന്നെങ്കിൽ അടുത്ത ലീപ്പ് ഇയർ എന്നാന്ന് ചോദിക്കും. എന്നാ 4 വർഷമോടെ കഴിഞ്ഞ് 2028 കേട്ടോ. അത് തിരിഞ്ഞു പോകല്ലേ, ഈ AM-ഉം PM-ഉം തിരിഞ്ഞു പോകല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ, അപ്പം ലീപ്പ് ഇയർ അപ്പം രാവിലെയും വൈകിട്ട്, ഇപ്പം രാവിലെ 6 മണിയാണെങ്കിൽ അത് AM ആണ് കേട്ടോ. 12 മണി കഴിഞ്ഞാൽ അത് PM ആണ് കേട്ടോ. തിരിഞ്ഞു പോകല്ലേ കുഞ്ഞുങ്ങൾ കേട്ടോ. എനിക്കത് തിരിഞ്ഞതുകൊണ്ടാണ്, ഇപ്പം ഇത് തിരിഞ്ഞു പോയതുകൊണ്ടാണ് കേട്ടോ, പെട്ടെന്നില്ല പറയുമ്പോഴേ. അപ്പം നമ്മൾ 2 ചാപ്റ്ററിൻ്റെ കഴിയും. അടുത്ത 7ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ മെഷർ മാത്ത്, അളവ് കണക്ക്. ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ടത് ഈ ഇക്വേഷനുകളാണ് കേട്ടോ. അതറിയാമെങ്കിൽ നമുക്ക് കണക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഒരു 5-6 ഇക്വേഷൻ ഉണ്ട്, അത് പഠിക്കാമെങ്കിൽ ഈ ചാപ്റ്റർ ഓക്കെയാണ്. അതായത് 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1/10 ആണ് കേട്ടോ. 1 മില്ലിമീറ്റർ എന്ന് വെച്ചാൽ 1/10 സെൻറ്റിമീറ്റർ ആണ്. അതറിയാമെങ്കിൽ നമ്മളോടിപ്പോൾ 5 മില്ലിമീറ്റർ എത്ര, 8 മില്ലിമീറ്റർ എത്ര എന്ന് ചോദിക്കാമെങ്കിൽ നമുക്ക് എഴുതിക്കൂടായോ? അപ്പോൾ ഒരെണ്ണം ആദ്യത്തെ ഇക്വേഷൻ അല്ലേ, അത് ഓക്കെ ആണെങ്കിൽ ആ ഒരു കണക്ക് ഏത് രീതി ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഒരു MM എന്ന് വെച്ചാൽ എന്താ, മില്ലിമീറ്റർ എന്ന് വെച്ചാൽ 1/10 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. സെൻറ്റിമീറ്റർ മീറ്റർ പോകുന്നു, തിരിഞ്ഞു പോകല്ലേ. 1 MM എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/10 സെൻറ്റിമീറ്റർ ആണ്. 2 mm 3 mm എന്ന് പറയുമ്പോൾ അപ്പോൾ അതാണ്ട് ഇതുപോലെ എഴുതിയാൽ മതി. അതറിയാമെങ്കിൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് ഏത് ചോദ്യം ചോദിച്ചാലും എഴുതാൻ പറ്റും. ഇനി 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ എത്താന്ന് എഴുതിക്കൂടായോ? 20 30 എഴുതിക്കൂടായോ? ഓക്കെ ആണോ? ഇനി 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 5 മീറ്റർ 500, 8 മീറ്റർ 800 അല്ലേ, 9 മീറ്റർ 900 അങ്ങനെ എഴുതിക്കൂടായോ നിങ്ങളെ? അനി 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എന്താ, 1/10 1/100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഇക്വേഷനുകൾ അറിയാമെങ്കിലുണ്ടല്ലോ നമുക്ക് എളുപ്പം ഇത് പഠിക്കാൻ പറ്റും. മനസ്സിലായോ? ഇനി 1 ലിറ്റർ എന്ന് വെച്ചാൽ 1000 മില്ലി ലിറ്റർ ആണ് ഇല്ലയോ? അപ്പോൾ 5 ലിറ്റർ എന്ന് വെച്ചാൽ എത്ര മില്ലി ലിറ്റർ ആണെന്ന് ചോദിച്ചാലോ, 5 ലിറ്റർ 5000 മില്ലി ലിറ്റർ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഈ ഒരെണ്ണം പഠിക്കാമെങ്കിൽ നമ്മളോട് ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും അല്ലേ. 1 ലിറ്റർ 1000 മില്ലി ലിറ്റർ ആണെങ്കിൽ 8 ലിറ്റർ എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര, 8000 മില്ലി ലിറ്റർ. 10 ലിറ്റർ എത്രയാണെന്ന് വെച്ചാലോ 10000 മില്ലി ലിറ്റർ. മനസ്സിലായോ? 1 മീറ്റർ എന്ന് വെച്ചാൽ 1000 mm ആണ്. അത് തിരിഞ്ഞു പോലെ 1 മീറ്റർ എന്ന് പറയുന്നത് 1000 മില്ലിമീറ്റർ ആണെങ്കിൽ അത് തിരിഞ്ഞു പോകല്ലേ നിങ്ങളെ, പലർക്കും തിരിയുന്നുണ്ട്. അതുകൊണ്ടാണ് 1 mm എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എത്രയാണ്, 1/1000 മീറ്റർ ആണ് കേട്ടോ. ഇനി 1 കിലോഗ്രാം എന്ന് വെച്ചാൽ 1000 ആണെങ്കിൽ 1 ഗ്രാം എന്ന് വെച്ചാലോ 1/1000 ഗ്രാം കേട്ടോ. ഇത് അറിയാമെങ്കിൽ ഈ ചാപ്റ്റർ എളുപ്പം പഠിക്കാൻ പറ്റും കേട്ടോ. റഫായിട്ടെങ്കിലും ഒന്ന് എഴുതി പഠിക്കണേ. അടുത്തത് മെഷർ മാത്താണ്ട്, ഇത് നോക്കണേ നിങ്ങളെ. 4 സെൻറ്റിമീറ്റർ 3 mm അല്ലേ, അങ്ങനെ എഴുതും. 4 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പം MM എന്ന് കേൾക്കുമ്പോഴേ എന്താണ്, M മില്ലിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര, 3/10 ആണ് അല്ലേ. അപ്പം 4 സെൻറ്റിമീറ്റർ 3/10 വേണ്ട, അതിനെ ദശാംശ രൂപത്തിലോട്ട് മാറ്റി. ഇത് ഫ്രാക്ഷൻ അല്ലേ, ഭിന്നസംഖ്യയിലും ഇത് ഡെസിമലിലും എഴുതിയേക്കുക. ഇതങ്ങ് നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇതെല്ലാം നമ്മൾ കുറേ പറഞ്ഞതാണ് കണ്ട, അതിൻ്റെ കണക്കുകളാണ്. ഇതുവരെയും കിട്ടാത്തവരും വല്ലതും ഉണ്ടെങ്കിൽ
എന്നിട്ടെല്ലാം ചെയ്തിട്ട്, കാരണം ഇതെല്ലാം കൂടെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് സമയം അങ്ങ് പോവും. അതുകൊണ്ട് ഇതെല്ലാം ചെയ്തിട്ടേക്കുന്നത് നിങ്ങൾ നോക്കണേ. ഏതെങ്കിലും എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേ. ഓക്കെ, അപ്പം നമ്മൾ ആ പറഞ്ഞ ഇക്വേഷനേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. 1 mm എത്രയാണ്, 1 സെൻറ്റിമീറ്റർ എത്രയാണ് കേട്ടോ. അതറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കണക്ക് എളുപ്പം. 1 കിലോഗ്രാം എന്ന് വെച്ചാൽ എത്രയാണ് കേട്ടോ. അതെല്ലാം ഉണ്ട്, എക്സാമ്പിൾ ഉൾപ്പെടെ നമ്മൾ ആ ഫസ്റ്റ് ലിങ്കിൽ ഇട്ടതാണ്. നിങ്ങൾ അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ലിങ്ക് ഒന്ന് കയറി കാണണേ. ലിങ്ക് കാണാൻ വേണ്ടി പറയുമല്ല കുഞ്ഞുങ്ങളെ. നിങ്ങൾ ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇനി ഒരാഴ്ച ഇല്ല, അതുകൊണ്ടാട്ടോ. A vessel contains 4 liter and 175 milliliter of water. Write the amount of water in decimal form. ഒരു പാത്രത്തിൽ 4 ലിറ്റർ 175 മില്ലിലിറ്റർ വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ അളവിനെ ദശാംശ രൂപത്തിൽ എഴുതുക കേട്ടോ. 4 ലിറ്റർ 175 മില്ലിലിറ്റർ ആണ്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ, 1 ലിറ്റർ എന്ന് വെച്ചാൽ 1000 ആണ്. അപ്പം 4 ലിറ്റർ 4000 അല്ലേ. 4000 175 ആകുമ്പോൾ 4175 ml ആണ് കേട്ടോ. അതിനെ നമ്മൾ ഡെസിമലിലോട്ട് മാറ്റുമ്പോഴോ ബൈ 1000 വെച്ചാൽ മതി അല്ലേ. 1000 ആകുമ്പോൾ 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ട് എഴുതണം കേട്ടോ. അതിൻ്റെയൊക്കെ നമ്മൾ അന്ന് ചെയ്തേണ്ട വേറെയും കുറേ എക്സാമ്പിളൊക്കെ തന്നതാണ്. ഒരു ബെഞ്ചിൻ്റെ നീളം 2 മീറ്ററും 13 സെൻറ്റിമീറ്ററുമാണ്. അതിൻ്റെ നീളം മീറ്ററിൽ എത്രയാണെന്നാ അല്ലേ. നോക്കിയേ, 2 മീറ്റർ 13 സെൻറ്റിമീറ്റർ ആണ്. 2 മീറ്റർ 13. അപ്പം മീറ്ററിനെ നമ്മൾ എന്താക്കി, 2 മീറ്റർ എന്ന് വെച്ചാൽ 200 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 213 എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡെസിമലിലോട്ട് മാറ്റി. 5 മീറ്റർ എന്നുള്ളത്, 5 മീറ്റർ എന്ന് വെച്ചാൽ 500 സെൻറ്റിമീറ്റർ ആണ്. 500ഉം 25ഉം 525. 525നെ ബൈ 100 വയ്ക്കുമ്പോൾ 5/25 അല്ലേ. 8 മീറ്റർ എന്ന് വെച്ചാൽ 800 സെൻറ്റിമീറ്റർ. 800ഉം 335 835. അപ്പോൾ 8.35 കേട്ടോ. ഇതൊക്കെ കാണാപ്പാടമായെന്ന് തോന്നുന്നു. അത് നിങ്ങൾക്ക് അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. A sack contains 15 kg and 375 gram of sugar. Write the amount of sugar in decimal form. ഒരു സഞ്ചിയിൽ 15 ഗ്രാം 375 ഗ്രാം പഞ്ചസാരയുണ്ട്. 15 kg 375 ഗ്രാം പഞ്ചസാരയുണ്ട്. പഞ്ചസാരയുടെ അളവിനെ ദശാംശ രൂപത്തിൽ എഴുതാൻ 15 kg ആണല്ലേ. 15 kg എന്ന് വെച്ചാൽ എന്താ, 15 ഇട്ടിട്ട് 3 0 15 kg എന്ന് പറയുന്നത് അല്ലേ. 3 0 എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ 1000 ആണ് കേട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്യണം, 375 ഗ്രാം. അപ്പം 15 ഇട്ട് 3 0 പ്ലസ് 375 കേട്ടോ. അങ്ങനെയും ചെയ്യാം. അതുകൊണ്ട് ഇത് 2 രീതിയിലും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 രീതി ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. നിങ്ങളെ ഡൗട്ട് ഉണ്ടെങ്കിൽ കയറി കാണണേ. 1.75 മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റുക. 1.75 മീറ്റർ, 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. 100 സെൻറ്റിമീറ്ററും 75 ആകുമ്പോൾ 175 സെൻറ്റിമീറ്റർ. മനസ്സിലായോ? എല്ലാം എന്താ വലുതായിട്ട് ചെയ്തിട്ടേക്കുന്നുണ്ട്. ഇൻ എ കണ്ടെയ്നർ ദെയർ ഈസ് 750 milliliter മാംഗോ ജ്യൂസ്. റൈറ്റ് ദ മെഷർ ഇൻ ഡെസിമൽ ഫോം. ഒരു പാത്രത്തിൽ 750 milliliter മാങ്ങാ ജ്യൂസ് ഉണ്ട്. ഇതിലെ ദശാംശ രൂപത്തിൽ എഴുതുക. എത്ര, 750 ml ആണ്. ml ആണല്ലേ. മില്ലി ലിറ്ററിനെ എന്താ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. 2 രീതിയിലും ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാ എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനെ കേട്ടോ. ലിറ്ററിലും കിലോഗ്രാമും എപ്പോഴും 1000 വെച്ചാണ്. മീറ്റർ 100 വെച്ച്,10 വെച്ച്. ഇതൊക്കെ നമ്മുടെ ഇക്വേഷൻ ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ ആദ്യത്തെ ഇക്വേഷൻ പഠിച്ചാൽ മതി കേട്ടോ. ഫുൾ മാർക്കും കിട്ടും. എന്താണ്ട് ഇത് നോക്കിക്കേ. 1 സെൻറ്റിമീറ്റർ 10 mm ആണെങ്കിൽ കണ്ടോ, LKG പിള്ളേരുടെ കൂട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ കണ്ടോ. മനസ്സിലായോ? 1 mm എന്ന് വെച്ചാൽ 1/10, 2 mm എന്ന് വെച്ചാൽ 2/10, 3 mm എന്ന് വെച്ചാൽ 3/. ഇതിൽ കൂടുതൽ എന്തോ വേണം കണ്ടോ. ഇപ്പം നിങ്ങളോട് 8 mm = ഡാഷ് എന്ന് ഒരു മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതി കൂടായോ? എഴുതണേ. നോക്കിയേ, 7.3 ഈസ് കാൾഡ് ഡെസിമൽ ഫോമിൽ എങ്ങനെ എഴുതും? 7.3നെ നമ്മൾ ഡെസിമൽ ഫോമിൽ 7/. ഇതൊക്കെ നമ്മൾ ഡെസിമൽ പഠിച്ച ഓർമ്മയുണ്ടോ? ഇത് ഡെസിമലാണ്. ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കുക, അതറിയാമല്ലോ. ഇല്ലെങ്കിൽ ആ ലിങ്ക് കയറി കാണേണ്ടത് നിങ്ങൾ. അത് ഒരുപാട് ഞാൻ ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ അത് കയറി കാണേണ്ടത്. 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 2 മീറ്റർ 200, 3 കണ്ടോ. ഓരോ ഇക്വേഷൻ്റെയും ഓരോ ഇതുപോലെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. കാരണം തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതിയേക്കുന്നത്. 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1 സെൻറ്റിമീറ്റർ 1/100 അല്ലേ. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ നിങ്ങളെ കണ്ടോ. 8 മീറ്റർ എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്. 8 മീറ്റർ എന്ന് വെച്ചാൽ 800 സെൻറ്റിമീറ്ററാണ്. 800 സെൻറ്റിമീറ്ററും 80 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 880 അല്ലേ. അതിനെ എന്താ 100 എന്ന് വെച്ചാൽ 2 സ്ഥാനം മാറ്റി കുത്തിടുക. എത്ര 0 ഉണ്ടെന്നുള്ളത് മുമ്പ് ഞാൻ പറഞ്ഞു. 1000 ലിറ്ററും കിലോഗ്രാമും ഒക്കെ 1000 വെച്ചും, മീറ്ററും പിന്നെ മീറ്റർ നമ്മൾ 100 വെച്ചും, mm 10 വെച്ചും ഒക്കെ ആ ക്ലൂ ഓർത്താൽ മതി. ഇക്വേഷൻ എല്ലാം കൂടെ ഞാൻ പറക്കി എഴുതി വെച്ചേക്കുക. ഇതിപ്പോൾ ഒരു 50 വട്ടം എഴുതി കാണും.
ഈ ചാപ്റ്ററിൽ ഈ ഇക്വേഷൻ ഒരു 7-8 ഉണ്ടോ അതങ്ങ് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അത് പഠിക്കുക, മാർക്കും കിട്ടും. ഞാനിത് ഇപ്പം 13/10 എന്നതിനെ ഇത് ഫ്രാക്ഷനിൽ എഴുതിയേക്കുക അല്ലേ. ഡെസിമലി എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ എത്ര പൂജ്യം ഉണ്ടോ, ഒരു പൂജ്യം ആണെങ്കിൽ ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ടോ. ഞാൻ ഒരെണ്ണം പറയാം, മനസ്സിലായി നോക്കൂ നിങ്ങളെ. ഡെസിമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോക്കി, ഇപ്പം 95/10 എന്ന് തന്നാൽ ഈ 95നെ മുകളിൽ തന്നതിനെ അതുപോലെ എഴുതുക. 95 പൂജ്യമല്ലേ, ഒരു പൂജ്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. ഞാൻ ഡെസിമൽ എന്ന് പറഞ്ഞ് മാത്രം ഒരു ലിങ്ക് ഇട്ടുണ്ട്, ഒന്നും അറിയാൻ വയ്യാത്തൊരു അതെങ്കിലും കയറി കാണേ. ഇപ്പോൾ 125/10 ആണെങ്കിലോ എങ്ങനെ എഴുതും? 125നെ അതുപോലെ എഴുതുക, മുകളിൽ തരുന്നതിനെ അതുപോലെ എഴുതുക. എന്നിട്ട് ഒരു പൂജ്യം ആകുമ്പോൾ ഒരു സ്ഥാനം ലെഫ്റ്റ്. ഇനി അഥവാ 100 ആണെങ്കിലോ 2 സ്ഥാനം ലെഫ്റ്റ്. ഇനി അഥവാ 3 ആണെങ്കിലോ 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. അത്രയേ ഉള്ളൂ കേട്ടോ. എത്ര പൂജ്യം ഉണ്ടോ അത്രയും സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. നോക്കിയേ, പേജ് നമ്പർ 91 എക്സർസൈസ് ക്വസ്റ്റ്യനാണ്. കണ്ടോ, മുമ്പ് ഞാൻ ചെയ്തതാന്ന് തോന്നുന്നല്ലേ. പേജ് നമ്പർ 91 കണക്ക്. അപ്പം ഞാൻ ആ പറഞ്ഞ രീതി ദശാംശം 7.3 സെൻറ്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസിമലിനെ എന്ന് വെച്ചാൽ പോയിൻ്റ് എടുത്ത് കളയുക. പോയിൻ്റ് എടുത്ത് കളയുമ്പോൾ 73/10 വരും. അല്ലെങ്കിൽ 7 ഇങ്ങനെ എഴുതുന്നതും ശരിയാട്ടോ. 7 3/10 എന്ന് എഴുതുന്നതും ശരിയാണ്. ഒന്നുകിൽ നമുക്ക് 73/10 എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. 2 രീതിയിലും എഴുതാം നിങ്ങളെ. ഇനി അതിങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ തെറ്റൊന്നുമില്ല, ഇത് രണ്ടും ശരിയാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ എന്താണ്, എത്ര സെൻറ്റിമീറ്ററും എത്ര മില്ലിമീറ്ററും ഉണ്ടെന്നാണ് കേട്ടോ. അതാണ് നമ്മുടെ ചോദ്യം, അതാണ്. അപ്പോൾ ഒരു ചോദ്യം നല്ലപോലെ കേട്ടിട്ട് വേണം എഴുതാൻ കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ചാപ്റ്ററിൽ. ബാക്കി 2 ചാപ്റ്റർ ഞാൻ പിന്നീട് ഇടാവും നിങ്ങളെ കേട്ടോ. അപ്പോൾ ഇതിനകത്തിൽ എന്തെങ്കിലും 3 ചാപ്റ്ററിൻ്റെ ഇപ്പം ഞാൻ ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം ഇട്ടിട്ടുണ്ട്, കിട്ടാത്തവർക്ക് വേണ്ടിയാണ് ഇട്ടത്. അപ്പോൾ അതിനകത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറ. ഞാൻ അതും കൂടി അടുത്ത ലിങ്കിൽ ഇനി 2 ചാപ്റ്ററുകളുണ്ട്, അതും കൂടി ഇടുമ്പം ഞാൻ അതിനകത്ത് പറഞ്ഞു തരാം നിങ്ങളെ. ഓക്കെ, താങ്ക് യു.